ഡോക്ടർ, നമുക്ക് ഒരുപാട് സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് നമ്മളുടെ അല്ല ക്ലിനിക്സിലൊക്കെ. ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഈ സ്കിൻ ക്ലിനിക്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അത് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, അത് ഇച്ചിരി ഓവർ ഹൈപ്ഡ് ആണ് എന്ന് തോന്നുന്ന ഒരു ട്രീറ്റ്മെൻറ്റും പറയാൻ പറഞ്ഞാൽ എന്താ പറയുക? ഹൈഡ്രോഫേഷ്യൽ ഇത് 2 കാറ്റഗറിയിലും വന്നുപെടും. കാര്യം എനിക്ക് പേഷ്യൻസ് ഉള്ളതെന്ന് പറയുന്നത് കല്യാണത്തിന്റെ തലേന്ന് അല്ലെങ്കിൽ ഒരു ബിഗ് ഡേ വെയിറ്റ് ചെയ്യുന്നു, തലേന്ന് വന്നിട്ട് ഹൈഡ്രോഫേഷ്യൽ ചെയ്യണം. അപ്പം എനിക്കറിയണം എൻ്റെ മുന്നിൽ ഇരിക്കുന്ന പേഷ്യന്റ് ഔട്ട് ഓഫ് എ ട്രീറ്റ്മെന്റ് വാട്ട് ദേ എക്സ്പെക്ട്. ഇപ്പൊ എൻ്റെ അടുത്തൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് എന്താണ് വേണമെന്നത്. മജോറിറ്റി ആൾക്കാരും വന്ന് പറയുന്നത് എനിക്ക് ലിപ് ഫില്ലേഴ്സ് വേണം, എനിക്ക് ചിൻ ഓഗ്മെന്റേഷൻ വേണം. ഓൾ ദീസ് ആർ ട്രീറ്റ്മെന്റ്സ്. അപ്പം വെൻ ഐ ആം എ ഡോക്ടർ ഞാൻ അറിയേണ്ട അവരുടെ കൺസേൺ ആണ്. മനസ്സിലായോ? അപ്പൊ കൺസേൺ അല്ല. ഇപ്പൊ ഈ ChatGPT AI ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ട്രീറ്റ്മെന്റും ഡയഗ്നോസിസും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോഫേഷ്യൽ കൊണ്ട് ആകെ കിട്ടുന്നത് എന്താ, നമുക്ക് ഒരു ക്ലെൻസിങ് ആൻഡ് ഹൈഡ്രേഷൻ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒന്നുമേ കിട്ടില്ല. അപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു സെനാറിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊങ്കാല ഇട്ടിട്ട് ഞാൻ വന്നു, ആ വെയില്, ചൂട്, പുക, സ്വെറ്റ് എല്ലാം ഉണ്ട്. അപ്പൊ എനിക്കൊരു ക്ലെൻസിങ് ആൻഡ് ഹൈഡ്രേഷൻ ആവശ്യമാണ്. ഒരു 2 വീലർ റൈഡ് ഞാൻ പോയി, ഇപ്പോൾ ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ പോയി. അപ്പോൾ ആ 2 വീലറിൽ ഉള്ള പൊടിയെല്ലാം അടിച്ചു, എൻ്റെ സ്കിൻ മൊത്തത്തിൽ നാശമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഹൈഡ്രോഫേഷ്യൽ ആവശ്യമാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ഒരു 1 in 2 or 3 months ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഡീടോക്സ് ആയി കിട്ടും, ഒന്ന് ക്ലെൻസ് ആയി കിട്ടും, അറ്റ് ദ സെയിം ടൈം ഹൈഡ്രേറ്റ് ആയി കിട്ടും. അതേ ഉള്ളൂ. പിന്നെ ഓവർ ഹൈപ്ഡ് എന്ന് ചോദിച്ചില്ലേ എന്നോട്, അത് ആക്ച്വലി ട്രീറ്റ്മെന്റ്സ് അല്ല. ഈ ഇൻസ്റ്റഗ്രാമിലും ബാക്കിയുള്ള പ്ലാറ്റ്ഫോമിലും ഒക്കെ ആൾക്കാർ ഷോക്കേസ് ചെയ്യുന്ന രീതിയാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് ഒരു 30 second റീലാണ് ഇന്നൊരാൾ കാണുന്നത്, അതിനപ്പുറത്തോട്ട് കാണില്ല. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഒരു കുഞ്ഞൊരു ട്രീറ്റ്മെന്റ് അങ്ങോട്ട് ചെയ്യുന്നു, ബിഫോർ ആഫ്റ്റർ ഇതാ വരുന്നു. അപ്പോൾ വരുന്ന പേഷ്യൻസിന് ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണ് വരുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ കൂടുതലും ആൾക്കാർ ചോദിക്കുന്ന ഈ കാർബൺ ലേസർ അല്ലെങ്കിൽ ഹോളിവുഡ് ഫേഷ്യൽ, നന്നേ കറുത്തിരുന്ന ഒരാള് വെളുത്താണ് വരുന്നത് ആഫ്റ്റർ പ്രൊസീജിയർ, ഐ വോണ്ട് ദാറ്റ്. അപ്പോൾ നമ്മൾ ഈ സംഭവം ചെയ്യുമ്പോൾ അത് എന്ത് വരാത്തത്? ആക്ച്വലി ഒരു കാർബൺ ജെല്ല് വളരെ തിൻ ഫിലിം ആയിട്ട് ഇട്ടിട്ട് ആ ലേസർ ടോണിങ് വഴി ആ കാർബൺ ഫ്യൂംസ് ആവുകയാണ്, ആ കാർബണെ പൊട്ടിച്ച് കളയുക ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ടോണിങ് കിട്ടും. അറ്റ് ദ സെയിം ടൈം അവിടെ ഒരു ഹീറ്റ് വരുമല്ലേ, സോ കുറച്ചും കൂടെ തുടുത്ത പോലെ ഇരിക്കും. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഒരു പിഗ്മെന്റേഷൻ, ഒരു സ്റ്റബൺ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ഒറ്റ സെഷനിൽ ഒരു ലേസർ അടിച്ചിട്ട് അത് പൊട്ടിച്ച് എല്ലാം ക്ലിയർ ആയിന്ന്. ആ ഒരു കാര്യമാണ് എനിക്ക് ഓവർ ഹൈപ്പിൽ പറയാനുള്ളത്. സോ എവറി ട്രീറ്റ്മെന്റ്സ് ആർ എഫക്റ്റീവ്. അതിന് ഒരു മെയിൻ്റനൻസ് വേണം, പ്രോപ്പർ ഇന്റർവെല്ലിൽ ചെയ്യണം, ഹോം കെയറും ചെയ്യണം. അല്ലാതെ ദർ ഇസ് നത്തിങ് ലൈക്ക് ഈസി. ഡോക്ടർ, ഇപ്പോൾ പണ്ടത്തെ ഒരു സ്ത്രീ സങ്കല്പത്തിൽ നിന്നൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? പണ്ട് എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് മറ്റേ കുളിച്ച് കുറുതൊട്ടൊക്കെ വരുന്നൊരു സ്ത്രീ സങ്കല്പമായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ട്, ആഴ്ചയിൽ 2 ദിവസം മാത്രം തല കഴുകുന്ന കുട്ടിയാണ് അവള്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോഴൊരു കൺസേൺ ആയിരിക്കും, മിക്കതും പെൺകുട്ടികൾക്ക് എത്ര ദിവസം, അപ്പോൾ എല്ലാ ദിവസവും മുടി കഴുകേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ആഴ്ചയിൽ എത്ര ദിവസമാണ് ഐഡിയലി മുടി കഴുകേണ്ടത് എന്നുള്ളത്? ഹൗ ഫ്രീക്വന്റ്ലി വി ഷുഡ് വാഷ് അവർ ഹെയർ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇൻഡിവിജ്വൽ ഡിപ്പെൻഡന്റ് ആണ്. വൈ? ബിക്കോസ് ഇപ്പോൾ ഞാൻ ഒത്തിരി വിയർത്ത് പണിയെടുക്കുന്ന അല്ലെങ്കിൽ ജിം വർക്ക്ഔട്ട്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പുറംപണിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ അത്രത്തോളം അഴുക്ക്, പൊടി, സ്വെറ്റ് കാണും. അപ്പോൾ അവർ എല്ലാ ദിവസവും ഷവർ ചെയ്തേ പറ്റൂ. അല്ല, ഒരു ഓയിലി ആയിട്ടുള്ള ടെക്സ്ചറാണ് സ്കാൽപ്പ് ആൻഡ് ഹെയർ എങ്കിൽ അറ്റ്ലീസ്റ്റ് ആൾട്ടർനേറ്റ് ഡേയ്സ്. ആൻഡ് ഭയങ്കര ഡ്രൈ, ഫ്രിസി, കേളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഷവർ ചെയ്തേ പറ്റൂ. ബിക്കോസ് ദ ബേസിക് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിനെ ക്ലീൻ ആക്കി വെക്കുക. അവിടെ ഡെബ്രിസ് ഉണ്ടാവരുത്, ബിൽഡപ്പ് ഉണ്ടാവരുത്, സ്വെറ്റ് കാരണം വേറെ കുരുക്കൾ വരരുത്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലേ ഒരു നല്ല ഹെയർ ഗ്രോത്ത് അവിടെ ഉണ്ടാവുള്ളൂ, ആൻഡ് ഉള്ള ഹെയർ മെയിൻറ്റെയിൻ ആവത്തുള്ളൂ. അതുപോലെ ഞാൻ കേൾക്കാറുള്ള സംഗതിയല്ലേ, ഇപ്പം നമ്മളുടെ വീട്ടിൽ കാരണന്മാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിട്ടില്ല, അതായത് പൈപ്പ് വെള്ളത്തിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് വെള്ളം അപ്പം തന്നെ തല കഴുകരുത് എന്ന് പറയുന്നത് കേൾക്കാം. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്ന സമയത്ത് മാക്സിമം തല എക്സ്പോസ്ഡ്, നമ്മളെ ഹെയർ എക്സ്പോസ്ഡ് ആക്കാതിരിക്കുന്നതാണ് ആ വെള്ളത്തിൽ നല്ലതെന്ന് പറയുന്നത് കേൾക്കാറില്ലേ? ഇതിൽ എത്രമാത്രം ശാസ്ത്രീയതയുണ്ട്, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്കപ്പോൾ ഐഡിയലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കണ്ടാമിനേറ്റഡ് വാട്ടറിൽ ഷവർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലോക്കലി നമുക്കൊരു ഇറിറ്റേഷനോ ഇച്ചിങ്ങോ വരും. അല്ലാതെ ഈ സ്വിമ്മിംഗ് പൂളിലുള്ള ക്ലോറിനേറ്റഡ് വാട്ടർ, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറിൻ, ആ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആ ക്ലോറിൻ ഡെപ്പോസിറ്റ് സ്കിന്നിൽ വന്നിട്ട് കുറച്ചും കൂടെ ഡാർക്കർ ആക്കുന്നു. അതിനുപരി ക്ലോറിൻ വാട്ടർ കൊണ്ട് ഹെയർ ലോസ് ഉണ്ടാവുകയൊന്നും ഇല്ല.
അതൊരു മിത്ത് മാത്രമാണ്. അതെ. ക്ലോറിൻ ഹെയർ ഫോൾ കാരണമാകുന്നൊന്നുമില്ല. നോ. ഞാനൊക്കെ എൻ്റെ 30കളിലേക്ക് കടക്കാൻ പോവാണ് അല്ലേ. 30കളിലേക്ക് കടക്കാൻ പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പോസ്റ്റ് 20s അവരുടെ ഒരു ആൻറ്റി ഏജിങ്ങിലും അല്ലെങ്കിൽ നമ്മളുടെ കുറച്ചും കൂടെ ഹെൽത്തിയർ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങൾ മസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും പറയാം? സ്കിൻ കെയർ റുട്ടീൻ, റെഡ്യൂസ് യുവർ സ്ട്രെസ് ലെവൽ ആൻഡ് അഡിക്വേറ്റ് സ്ലീപ്പ്. ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് വേറെ എന്തെങ്കിലും ഒരു എസ്തെറ്റിക് പ്രൊസീജിയേഴ്സ് ചെയ്താലും അതിന്റെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. ബിക്കോസ് ഐ ഹാവ് സീൻ മെനി പീപ്പിൾ, സ്പെഷ്യലി ടെക്കീസ്, അവരെന്ന് പറയുന്നത് അവർക്ക് ഒത്തിരി വർക്ക് പ്രഷർ കാണും മെജോറിറ്റി ആൾക്കാർക്കും. അവർ വന്ന് ഇടയ്ക്കൊരു ഫ്രീ ടൈം കണ്ടെത്തി എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്തിട്ട് പോകും. ആൻഡ് സംടൈംസ് എത്ര ക്ഷീണിച്ച് ഇരുന്നാലും അവരെന്ത് ചെയ്യും, ചില ആൾക്കാർ ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കും ബിക്കോസ് ഓഫ് ദിസ് ബോട്ടോക്സ്, സ്കിൻ ബൂസ്റ്റേഴ്സ്, ബയോ റീമോഡുലേറ്റേഴ്സ്. പക്ഷെ ചില ആൾക്കാരുണ്ട് നല്ല രീതിക്ക് ഉറങ്ങി റെസ്റ്റ് ചെയ്ത് പീസ്ഫുൾ ആയിട്ടിരുന്നാലും അവരുടെ കണ്ണ് കാണുമ്പോൾ അവരെന്തോ ഒരു അസുഖം പിടിച്ചു അല്ലെങ്കിൽ ഭയങ്കര ടയേർഡ് ആയിട്ടുള്ള ഒരു ഫീൽ വരും. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു വോളിയം ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഇൻഡിവിജ്വൽ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ ആദ്യം വരുന്ന ആളുടെ അനലൈസ് ചെയ്യുക, അവരെ അസസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇഫ് മണി ഈസ് നോട്ട് എ പ്രോബ്ലം, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആൻറ്റി ഏജിങ്ങിന് എൻ്റെ ഏജിങ് ഒന്നും വളരെ സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ചോദിച്ചാൽ എന്താ പറയുക? ഏജിങ് ഇസ് എ പ്രിവിലേജ്. പക്ഷേ ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് ഉണ്ടെങ്കിൽ മാത്രം അത് അഡ്രസ് ചെയ്യാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് സ്കിന്നിന് ഹൈഡ്രേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ലേസർ ടോണിങ് വേണമെങ്കിലും ചെയ്യാം. പിന്നെ കൺസേൺ അനുസരിച്ചാണ്. ഇപ്പം എത്ര പൈസ ഉണ്ട് എന്നുള്ളതല്ല, നമ്മുടെ കൺസേൺ എന്താണെന്നുള്ളതാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്, അല്ലേ? അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വരുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ട്, ഡോക്ടറെ എനിക്ക് ഐബ്രോ ഒന്ന് മൈക്രോബ്ലേഡിങ് ചെയ്ത് തരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഫേസിൽ ചിലപ്പോൾ അത് ഒരിക്കലും സ്യൂട്ടബിൾ ആവില്ല, അല്ലെങ്കിൽ ആ മൈക്രോബ്ലേഡിങ് ചെയ്തിട്ട് ദാറ്റ് വോണ്ട് മേക്ക് മച്ച് ഡിഫറൻസ്. ബിക്കോസ് അവരുടെ അണ്ടർ ഐ ഏരിയ ഭയങ്കര ഹോളോ ആയിരിക്കും, ഭയങ്കര സാഗി ആയിട്ടുള്ള സ്കിൻ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? മൈക്രോബ്ലേഡിങ് മാത്രം, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് മണി മൈക്രോബ്ലേഡിങ് മാത്രം ചെയ്തു വിടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. വൈ? ബിക്കോസ് അവർക്ക് ഒരു ബെസ്റ്റ് വേർഷൻ ഓഫ് ദെംസെൽസ് ആണ് കൊടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ മൈക്രോബ്ലേഡിങ് ഇന്ന് എല്ലാ സലൂൺസിലും ചെയ്യുന്നുണ്ട്. വൈ മീ? നമ്മളുടെ ഫേസിൽ ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ സംഭവിക്കും എന്ന് വിചാരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതെന്താ? എസ്തെറ്റിക് മെഡിസിൻ കൊണ്ടിട്ട് അങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ച് വേണമെങ്കിൽ മാത്രമേ പറ്റൂ. മനസ്സിലായോ? ഇഫ് ദേ റിയലി വോണ്ട് ഇറ്റ്. എന്നെ സംബന്ധിച്ച് ദ ബ്യൂട്ടി ഓഫ് എസ്തെറ്റിക് മെഡിസിൻ എന്ന് പറയുന്നത് യു പ്ലസ് എ റിഫ്രഷ്ഡ് യു. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇപ്പോൾ പുറമേ നിൽക്കുന്ന ലിപ് ഫില്ലർ ചെയ്തു അല്ലേ, നൈസ്. നോ, പുറത്തുനിന്ന് ഒരാൾ എന്ത് ചെയ്തു എന്നുള്ള നമ്മുടെ ഫേസിൽ നിന്ന് മേക്ക് ഔട്ട് ചെയ്യരുത്. അതാണ് ബ്യൂട്ടി ഓഫ് എസ്തെറ്റിക്സ്. എൻ്റെ കയ്യിൽ ഒരു 1000 രൂപയാണ് എടുക്കാനുള്ളതെന്ന് വിചാരിക്കാം. എൻ്റെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ആ 1000 രൂപ വെച്ച് എനിക്ക് എന്തൊക്കെയാണ് ഐഡിയലി ഞാൻ സെറ്റ് ചെയ്യേണ്ടത് ഒരു മാസം? ഒരു മാസം 1000 രൂപ വെച്ചാണെങ്കിൽ ഒരു ഫേസ് വാഷ്, സെറം യു ക്യാൻ സ്കിപ്പ് ഇറ്റ്, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ക്ലബ് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം. വൈ? ബിക്കോസ് സ്കിൻ കെയർ നമ്മൾ ഈ 1000 റുപ്പീസിൽ മെഡിക്കൽ ഗ്രേഡ് എത്രത്തോളം നല്ലത് കിട്ടും എന്നുള്ളത് ചോദിച്ചാൽ നോ. ഓൾമോസ്റ്റ് 2000 റുപ്പീസ് അതിന് ഒരു പ്രോപ്പർ ഫേസ് വാഷ്, സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ കിട്ടും. ആൻഡ് ദാറ്റ് മേ ലാസ്റ്റ് ഫോർ അനദർ 2 months. ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു സാധനമുള്ള ഗ്ലൂട്ടത്തൈൻ. പണ്ട് നമ്മളൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് വലിയ ആൾക്കാർക്ക് വലിയ ധാരണയില്ല എന്താ ഗ്ലൂട്ടത്തൈൻ. ഇപ്പോൾ എല്ലാവർക്കും, കുഞ്ഞു കുട്ടികൾക്ക് വരെ ഗ്ലൂട്ടത്തൈൻ എന്താണെന്നറിയാം. എല്ലാവരുടെയും പേടി. ഇപ്പോൾ ഗ്ലൂട്ടത്തൈൻ ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരുപാട് ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂട്ടത്തൈൻ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഭാവിയിൽ ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. ഉണ്ടാക്കുമോ? ഗ്ലൂട്ടത്തൈൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഡീടോക്സ് ആയിട്ടുള്ള ഡ്രഗാണ്. ഞാനത് എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്ന ഒരാളുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഫോർ സ്കിൻ ലൈറ്റനിങ് അലോൺ. അതെന്ന് പറയുന്നത് അതിന്റെ സൈഡ് എഫക്ട് മാത്രമാണ്. ഓക്കെ, ഡീടോക്സിന് വേണ്ടിയിട്ട് ഐ ഹാവ് ഗോട്ട് ക്യാൻസർ പേഷ്യന്റ്, അതുപോലെ മെഡിക്കൽ ഗ്യാസ്ട്രോ പേഷ്യന്റ് ഉണ്ട്, ലിവർ ഈ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഫാറ്റി ലിവറിലുള്ള പേഷ്യൻസ്, അവരൊക്കെ ഡീടോക്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് അതിന്റെ സ്കിൻ ലൈറ്റനിങ് ആണ്, വിച്ച് എസ്തെറ്റിക് പീപ്പിൾ ആർ മേക്കിംഗ് യൂസ് ഓഫ്. ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി എന്ന് പറയുന്നത് ഈ ഗ്ലൂട്ടത്തയോൺ എവിടെ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നു, എന്താണ് കൊടുക്കുന്നത്. ഇപ്പൊ ഗ്ലൂട്ടത്തയോൺ ഞാൻ ഒരുപാട് സലൂൺസ് പോലും ഇതിന്റെ ആഡ് റൺ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്ലൂട്ടത്തയോൺ ഉണ്ട് എന്ന് പറഞ്ഞ് ഓൺ വാട്ട് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആരാണ് അത് കൊടുക്കുന്നത് എന്നുള്ളതൊന്നും ഒരു ഐഡിയയും ഉണ്ടാവില്ല. അതുപോലെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സ്ക്രോൾ ചെയ്താൽ ബൈ 1 get 1 എന്ന് പറഞ്ഞ് കുറെ ഗ്ലൂട്ടത്തയോൺ അല്ലെങ്കിൽ
അല്ലെങ്കിൽ കൊളാജൻ സപ്ലിമെന്റ്സും കാണുന്നുണ്ട്. അപ്പം ഫ്രം വേർ ഡു യു പ്രൊക്യൂർ എന്നുള്ളതാണ് അതിന്റെ സേഫ്റ്റി പ്രൊഫൈലിൽ ആദ്യം പറയാനുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഡോക്ടർ മനഃപൂർവ്വം ഒരു പേഷ്യന്റിനെ ഹാം ചെയ്യില്ല ഒരു ഓവർ ഡോസേജ് കൊടുത്തിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു റെഗുലർ ബേസിസിൽ എടുക്കാനായിട്ടുള്ളതാണ്. ആസ് യുവർ ലിവർ ഗെറ്റ് ഡീറ്റോക്സ് നമ്മുടെ സ്കിന്നിന് ക്ലാരിറ്റി വരും. എന്നെ സംബന്ധിച്ച് ഞാൻ പേഴ്സണലി ഗ്ലൂട്ടത്തൈൻ എടുത്ത ഒരാളാണ്. അപ്പോൾ അതിന്റെ ഒരു വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ബ്രേക്ക് എടുക്കാൻ പറയുമ്പോൾ എടുക്കണം. ആഫ്റ്റർ ദാറ്റ് ഒരു മെയിൻ്റനൻസ് വേണം. ബേസിക്കലി ഞാൻ നല്ല ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആഫ്റ്റർ ദിസ് ഗ്ലൂട്ടത്തൈൻ ഇംപ്രൂവ്മെന്റ് ഇസ് ദെയർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിർത്തുമല്ല. ഐ വോണ്ട് ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഇപ്പൊ ഞാൻ എന്റെ മുടി നരച്ചിരിക്കുവാണ്, ഞാൻ ഇന്ന് അത് പോയി ഡൈ ചെയ്തു, അടുത്ത വർഷവും ആ ഡൈ അവിടെ തന്നെ ഇരിക്കുവോ? ഇല്ല. സോ എവറിത്തിങ് നീഡ്സ് മെയിൻ്റനൻസ്. പക്ഷേ ഡോക്ടർ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡോക്ടർ ഒരു ഗ്ലൂട്ടത്തൈൻ IV എടുത്തു, ചിലപ്പോൾ ഞാനും എടുത്തു ഗ്ലൂട്ടത്തൈൻ ട്രീറ്റ്മെൻറ്റ്, പക്ഷേ ഡോക്ടറിന് കിട്ടുന്ന അതേ റിസൾട്ട് തന്നെ എനിക്ക് കിട്ടണം എന്ന് ഉണ്ടാവുമോ? അതായത് ആ റിസൾട്ട് വേരി ചെയ്യുമോ പേഴ്സൺസ് ടു പേഴ്സൺസ്? ആക്ച്വലി നമ്മുടെ പേഷ്യന്റിന്റെ കൺസേൺ എന്താണ്? ഇപ്പോൾ വെറുതെ എനിക്ക് ഒരു ഷെയ്ഡ് ലൈറ്റർ ആവണം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ്, അപ്പോൾ എനിക്കൊരു റിഫ്രഷ് ലുക്ക് വേണം, 2 മാസം കഴിഞ്ഞ് ഞാൻ മാൾട്ടയിൽ പഠിക്കാൻ പോകും, 6 വർഷം കഴിഞ്ഞേ വരത്തുള്ളൂ, ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ഞാൻ വെളുത്തിട്ടേ കയറൂ, അങ്ങനെ പറയുന്ന കുറേ അധികം കാര്യങ്ങളാണ് ഞാൻ ഈ അടുത്തിടെയായിട്ട് കേട്ടുവരുന്നത്. പക്ഷേ അപ്പോഴും 2 പേർ ഒന്നിച്ച് ഗ്ലൂട്ടത്തൈൻ എടുക്കാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് 2 പേർക്കും കൊടുക്കുന്ന കോമ്പിനേഷൻ ഡോസേജ് സെയിം അല്ല. അതും ഇൻഡിവിജ്വൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഈ ടൈലർ മെയ്ഡ് എന്ന് പറയത്തില്ലേ, പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ കോമ്പിനേഷൻസ് ആയിരിക്കും, അതിന്റെ ഡോസേജസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ജസ്റ്റ് ലിവർ ഡീറ്റോക്സ് ആണെങ്കിൽ അത്രമാത്രം മതിയാവും, അതിനകത്ത് ഒരുപാട് ബ്രൈറ്റനിങ് ഏജൻസ് വേണ്ട. സോ ഇറ്റ് ഈസ് ഓൾവേസ് ലൈക്ക് എ കോക്ടെയിൽ വിച്ച് ഐ യൂസ് ടു ഗിവ്. ഏകദേശം ഒരു എത്ര നാളെടുക്കും നമ്മളുടെ ഗ്ലൂട്ടത്തൈൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങാൻ ഒരാൾക്ക്? ആസ് യുവർ ലിവർ ഡീറ്റോക്സ് എന്നാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഇൻഡിവിജ്വൽ ഡിപ്പെൻഡൻ്റ് ആണ്. ജനറലി ഐ സീ ഡിഫറൻസസ് ഇൻ പേഷ്യൻറ്റ് ആഫ്റ്റർ 2 സെഷൻസ്. കാരണം സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ ബെറ്റർ ആവും, ആ ഒരു ഗ്ലോ വരും. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളല്ലേ. ചില ആൾക്കാർ പറയും കളർ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ലൈറ്റർ ആവണം. അപ്പോൾ എനിക്ക് 8 months ഡ്യൂറേഷനിൽ ട്രീറ്റ് ചെയ്തൊരു പേഷ്യൻ്റ് ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ആഫ്രോ ബ്ലാക്ക് ഉണ്ടല്ലോ, അത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്കിൻ കണ്ടീഷൻ ആയിരുന്നു ആ കുട്ടിക്ക്. ആ കുട്ടി ബേസിക്കലി ഡാർക്ക് അല്ല, അതിന്റെ ഫാമിലിയിലുള്ള ആരും ഡാർക്ക് അല്ല. ഇത് ഒരു സ്കിൻ കണ്ടീഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. ആൻഡ് ഇറ്റ് ടുക്ക് 8 months ഫോർ മീ ടു റിവേർട്ട് ദാറ്റ് ഗേൾ. യെസ്. അപ്പം അവർക്ക് കൊടുക്കുന്ന ഫ്രീക്വൻസി, അവർക്ക് കൊടുക്കുന്ന ഡോസേജ്, അതിന്റെ കൂടെ നമ്മൾ ക്ലബ് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ്സ്, ഓറൽ സപ്ലിമെന്റ്സ്, സ്കിൻ കെയർ റുട്ടീൻ, എവറിത്തിങ് ഇസ് എ മസ്റ്റ്. അല്ലാതെ ഗ്ലൂട്ടത്തൈൻ അലോൺ കാൺട്ട് ഡു എനി വണ്ടേഴ്സ്.